मोदी की गारंटी है। What remain unchanged will change. Now Kerala will be developed. മാറാത്തോ ഇനി മാറും. ഇനി കേരളം വളരും. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി കേരളം മുഖം മൂടി അണിഞ്ഞ സ്വാർത്ഥരായ രണ്ട് വിഭാഗം രാഷ്ട്രീയക്കാരുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് UDF. ഒന്ന് കമ്മ്യൂണിസ്റ്റ്, മറ്റൊന്ന് കോൺഗ്രസ്. ഒന്ന് അഴിമതിക്കാർ, മറ്റേത് മഹാ അഴിമതിക്കാർ. ഒന്ന് വർഗീയവാദികൾ, മറ്റവർ ഭയങ്കര വർഗീയവാദികൾ. LDFന്റെയും UDFന്റെയും എല്ലാ നയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. ഇവർക്ക് കേരളത്തിന്റെ വികസനത്തെ പറ്റി ഒരു ചിന്തയുമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന BJP NDA സർക്കാർ കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കും. വികസിത കേരളം സൃഷ്ടിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്താണോ മാറാതിരുന്നത് അതിനി മാറും. കേരളം വികസിക്കും. മാറാത്തതിനി മാറും. കേരളം ഇനി വളരും. एनडीए सहयोगी LDF और UDF ने दशकों तक मील बांटकर केरलम को लूटा. इनके बीच एक प्रैक्टिकल समझौता रहा है. कुछ साल LDF वाले सरकार चलाएंगे, अपनी जेबें भरेंगे. उसके बाद UDF वाले आकर लूटेंगे. इनके इस गठजोड़ में हमारा केरलम उलझकर रह गया है. एनडीए सुहृदगणे, इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है. कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है. यानी LDF और UDF इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है तो वो सिर्फ और सिर्फ BJP ही है. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി LDFും UDFും ഒത്തുചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചു. ഇവർക്കിടയിൽ വളരെ പ്രായോഗികവും തന്ത്രപ്രധാനവുമായ ഒരു സഖ്യമുണ്ടായിരുന്നു. കുറച്ചു കാലം LDF സർക്കാർ നടത്തും, അവരുടെ കീശ വീർപ്പിക്കും. അത് കഴിഞ്ഞ് UDF വരും, എന്നിട്ട് കൊള്ളയടിക്കും. ഈ വിചിത്ര സഖ്യത്തിൽ നമ്മളുടെ കേരളം കുടുങ്ങിക്കിടന്നു. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒരു പുതിയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്ന്. കോൺഗ്രസുകാർ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ BJPയുടെ ബി ടീമാണെന്ന്. എന്ന് വെച്ചാൽ രണ്ടു പേരും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എ ടീമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് BJP ആണ്, BJP മാത്രമാണ്. एनडीए सहयोगी केरलम में LDF, UDF दोनों ही BJP पर निशाना साध रहे हैं. इसका मतलब ये कि ये दोनों भ्रष्टाचारी पार्टियां
अगर किसी से डरी हुई है तो वो है बीजेपी। इन्हें बीजेपी का डर इसलिए है क्योंकि इनको लगता है अगर बीजेपी यहां सरकार में आ गई तो इनके सारे काले कारनामों का सच सामने आ जाएगा। दशकों से एलडीएफ यूडीएफ ने यहां बड़े बड़े घोटाले किए हैं, लेकिन इन दलों की सरकारें कभी भी एक दूसरे पर कार्रवाई नहीं करती। ये आपके सामने सिर्फ झूठे बयान देती है। बीजेपी सरकार आई तो एलडीएफ यूडीएफ के हर घोटालों की जांच कराएगी, केरलम की जनता को न्याय दिलाएगी। इसलिए ये दोनों गठबंधन केरलम में बीजेपी सरकार बनने के डर से, ये जन सैलाब के समर्थन से इनकी नींद हराम हो गई है, ये डर रहे हैं। സുഹൃത്തുക്കളെ, കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും ബിജെപിക്ക് നേരെ ഉന്നം വെക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ രണ്ട് അഴിമതിക്കാരും ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ബിജെപിയെ മാത്രമാണ്. ഇവർ ബിജെപിയെ ഭയക്കുന്നതിന്റെ കാരണം ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കുന്ന പക്ഷം ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. പതിറ്റാണ്ടുകളായി എൽഡിഎഫും യുഡിഎഫും വലിയ വലിയ കുംഭകോണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർ പരസ്പരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവർ നിങ്ങളുടെ മുമ്പിൽ കള്ള പ്രസ്താവനകളും ഭീഷണികളുമൊക്കെ പരസ്പരം മുഴക്കും. ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സകല കുംഭകോണങ്ങളെ പറ്റിയും അന്വേഷണം നടത്തും. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും. ഇതറിയുന്നത് കൊണ്ട് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ബിജെപി സർക്കാർ വരുന്നതിനെ പറ്റി ആലോചിച്ച് ഭയപ്പെടുന്നു. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ വലിയ ജനക്കൂട്ടം അവരുടെ മനസ്സുകളിൽ ഭയം സൃഷ്ടിക്കുകയാണ്. एनडीए सुहृदगढ़े, चुनाव में पर्दे के पीछे कौन किसकी बी टीम है, ये केरलम के लोगों के सामने इसकी भी सच्चाई में आज रखने वाला हूं। कांग्रेस और कम्युनिस्ट पूरे देश में एक दूसरे से गठबंधन करते हैं। बिहार देख लीजिए, झारखंड देख लीजिए, आंध्र प्रदेश से लेकर मणिपुर, त्रिपुरा, असम तक कांग्रेस और कम्युनिस्ट का गठबंधन होता है। इंडिया लाइन पे सब साथ में है। दिल्ली में सरकार साथ में चलाई थी, तमिलनाडु में भी ये दोनों एक साथ अलायंस में है। लेकिन यहां केरलम में कांग्रेस और लेफ्ट वाले एक दूसरे को झूठी गाली देते हैं। इसलिए आपको, मेरे केरलम के भाई बहनों को, इन दोनों से ही सावधान रहना है। സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പിൽ കർട്ടന് പിറകിൽ ആരാരുടെ ബി ടീമാണ് എന്ന് ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാം. ആ സത്യം ഞാൻ പറയാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാജ്യത്ത് മുഴുവൻ പരസ്പര സഖ്യത്തിലാണ്. ബീഹാർ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് തുടങ്ങി മണിപ്പൂർ, ത്രിപുര, ആസാം വരെ ഇവർ തമ്മിൽ സഖ്യമുണ്ട്.
ഇന്ത്യ സഖ്യമുണ്ട്. പണ്ടിവർ ഡൽഹിയിൽ ഒരുമിച്ച് ഭരിച്ചിരുന്നു. തമിഴ്നാട്ടിലും ഇവർ തമ്മിൽ സഖ്യത്തിലാണ്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസും ഇടതും പരസ്പരം വ്യാജ ആരോപണങ്ങളും അതോടൊപ്പം ചീത്തവിളിയും നടത്തും. അതുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഈ രണ്ടു കൂട്ടരെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. एनडीए सौगड़े केरल में टीम बीजेपी और टीम एनडीए सरकार बनाने के लिए मैदान में है। हम केरलम की जनता के आशीर्वाद से, आप सबके आशीर्वाद से यहां सरकार बनाएंगे और हम केरलम की सेवा में कोई कोर कसर बाकी नहीं छोड़ेंगे। एनडीए का लक्ष्य है केरलम के लोगों के सपने पूरे करना। हमने केंद्र में रहते हुए केरलम के विकास के लिए हर प्रयास किए हैं। जब कांग्रेस केंद्र सरकार में थी तब केरलम को केंद्र से 10 साल में जितना पैसा मिला हमने उससे 5 गुना ज्यादा बजट केरलम को दिया है। अर्बन डेवलपमेंट, रोड निर्माण, रेलवे विकास, एग्रीकल्चर डेवलपमेंट, जल जीवन मिशन, पीएम आवास, ये पैसा हर क्षेत्र के लिए दिया गया। लेकिन यहां की राज्य सरकार ने इस पैसे का सही इस्तेमाल नहीं किया। इन पैसों पर आपका अधिकार था, उन्होंने लूटने का काम किया है। സുഹൃത്തുക്കളെ, കേരളത്തിൽ ടീം ബിജെപിയും ടീം എൻഡിഎയും സർക്കാർ ഉണ്ടാക്കാനുള്ള മത്സരത്തിൽ മൈതാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹത്താൽ സർക്കാർ ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നമ്മൾ കേരളത്തെ സേവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നും ബാക്കി വയ്ക്കില്ല. ബിജെപിയുടെ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കുക എന്നതാണ്. നമ്മൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ വികസനത്തിനായി എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസുകാർ കേന്ദ്രത്തിലിരിക്കുമ്പോൾ എത്ര പൈസയാണോ 10 വർഷം കൊണ്ട് കേരളത്തിന് കൊടുത്തത്, അതിന്റെ 5 ഇരട്ടിയിലധികം പണം നമ്മൾ കേന്ദ്രത്തിലിരിക്കുമ്പോൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. നഗരവികസനം, റോഡ് നിർമ്മാണം, റെയിൽവേയുടെ വികസനം, കൃഷിയുടെ വികസനം, പുരോഗതി, ജൽജീവൻ മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, നമ്മൾ എല്ലാ മേഖലയ്ക്കും ഈ പണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ പണം ശരിയായ രീതിയിൽ ചെലവാക്കിയിട്ടില്ല. അവർ നിങ്ങൾക്ക് അധികാരപ്പെട്ട പണം കൊള്ളയടിക്കുകയായിരുന്നു. एनडीए सौहृदगढ़े आज केरलम पर 5 लाख करोड़ रुपए से ज्यादा का कर्ज हो गया है। 10 साल में ये कर्ज 3 गुने से ज्यादा बढ़ा है। ऐसे में केरलम के लोग सवाल पूछ रहे हैं, केरलम के हिस्से का, जनता की मेहनत का ये पैसा कहां जा रहा है? जवाब एक ही है, एलडीएफ वालों की जेबों में। जब यहां एनडीए सरकार आएगी तो भ्रष्टाचारियों से ये पैसा वसूला जाएगा और केरलम की जनता के विकास में लगाया जाएगा। സുഹൃത്തുക്കളെ,